എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. ക്രിസ്തുവിൽ അത്രയും അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധിയാണ് അത്യാവശ്യമായത് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ദൈവത്തെ ദർശിക്കുവാൻ വിശുദ്ധി കൂടാതെ സാധിക്കുകയില്ല എന്നും വിശുദ്ധി നേടാനുള്ള മാർഗം സമാധാനത്തിൽ കഴിയുകയാണ് എന്നതും തമ്പുരാൻ ഓർമ്മപ്പെടുത്തുന്നു. തിരുവചനം നമ്മെ പഠിപ്പിക്കുക, വിശുദ്ധി കൂടാതെ ഒരു വ്യക്തിക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല. എങ്കിൽ ക്രിസ്തുവിയ ജീവിതം നയിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിനെ ദർശിക്കണമെങ്കിൽ വിശുദ്ധി കൂടണം. വിശുദ്ധി നിറഞ്ഞൊരു ജീവിതം നയിച്ചുകൊണ്ട് വിശുദ്ധനും വിശുദ്ധയുമായി മാറുവാൻ നമ്മെ വിളിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം വാക്യം. നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അതൊരു വിശുദ്ധിയിലേക്കുള്ള ക്ഷണമാണ്. ആ വിശുദ്ധിയാണ് ദൈവം നമ്മിൽ നിന്നും അഭിലഷിക്കുക. അതിനുവേണ്ട മാർഗമാണ് വചനം പഠിപ്പിച്ചു തരിക. സമാധാനത്തിൽ ജീവിക്കണം, എല്ലാവരോടും സമാധാനത്തിൽ കഴിയണം. സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണല്ലോ ഈശോ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആ സമാധാന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായി ദൈവം വിളിക്കുകയാണ്. ആ ദൈവിക സ്നേഹത്തിൻ്റെ കൃപ നമ്മിൽ നിറയുവാൻ, ആ ദൈവിക സ്നേഹത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഒഴുകുവാൻ നാം പരിശ്രമിക്കണം. എങ്കിൽ ക്ഷമയും സ്നേഹവും അത്യാവശ്യമാണ്. സമാധാനത്തിൽ കഴിഞ്ഞുകൂടുവാൻ ആവശ്യമായത് ക്ഷമയും സ്നേഹവുമാണ്. എങ്കിൽ ക്ഷമിക്കുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഒരു മുഖമുദ്രയായി മാറേണ്ടിയിരിക്കുന്നു. അവിടെ സമാധാനത്തിൽ കഴിഞ്ഞുകൂടുവാൻ നമുക്ക് സാധിക്കും. ആയതിനാൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ ദൈവമേ, സമാധാനത്തിൽ വർത്തിച്ചുകൊണ്ട് അങ്ങയെ ദർശിക്കുവാൻ വേണ്ട വിശുദ്ധി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.